ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് വീഡിയോ ആണ്. കാരണം ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു വീട്ടിൻ്റെ സൈഡിൽ തന്നെ അവർ ഇഷ്ടം പോലെ പൂവൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് ഞങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ, ഒരുപാടൊന്നും പറ്റിയിട്ടില്ല. ആ കാണുന്ന കുറച്ചായത്. പിന്നെ വേറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ഒത്തിരി അമ്പലമുണ്ട് ഗൈസ്. തമിഴ്നാട് ഞാൻ ഇത്രയും അമ്പലങ്ങൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു. 5-6 3 ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്, കുറേയൊന്നും പറ്റിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ അരുണാചൽ ടെമ്പിളിൻ്റെ ആ മല. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ തന്നെ പപ്പി ഇറങ്ങി വരും. പിന്നെ ഞങ്ങൾ കുറേ മാങ്ങ വയ്ക്കുന്നു. പക്ഷെ ഇന്ന് കഞ്ഞിയും പയറാണ് ഗൈസ് രാത്രിത്തേക്ക് വേണ്ടിയിട്ട്. അതിടാൻ വേണ്ടി കുക്കറിൽ വെച്ചു. ഹലോ ഗൈസ്, ഞങ്ങൾ ഓടി ഓടി കടയിലേക്ക് വന്നേക്കാണ്. എന്തെങ്കിലും പറയണ്ടോ തത്ത? ആകെ തത്ത 20 കിലോ ഉള്ളു ഗൈസ്. അതിലിപ്പോൾ തന്നെ 2 കിലോ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കട ഓപ്പൺ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവില്ലേ, 1 കിലോമീറ്റർ ഉണ്ടാവും അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ഞങ്ങൾ ഓടി ഇവിടെ എത്തി. സോ നമ്മൾ കടയിലെത്താനേ. കട കാണിച്ചു തരാം. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കാണിച്ചില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കട കാണാം ഗൈസ്. ഇതാണ് നമ്മുടെ കട. അക്ക ആ ചോക്ലേറ്റ് അതല്ല ഞങ്ങൾ ഇവിടുന്ന് ആ പുളിമുട്ടായി വാങ്ങിയത്, പക്ഷെ അതല്ലായിരുന്നു. കിളി, അത് നമ്മളുടെ നെയിം. സാധനമൊക്കെ വാങ്ങി. നമ്മളിനി റൂമിലേക്ക് പോകാം. തത്തയ്ക്ക് എല്ലാം കൂടി ആവുന്നില്ല. പൊട്ടിച്ച് ഞാൻ വായിൽ വെച്ച് തരാം നിനക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കുളിച്ച് തിന്നാൻ പോകുന്നത്. ഇവിടെ റൂമിലേക്ക് കുറച്ച് പോകാനുണ്ട്. കണ്ട ബംഗാളി അണ്ടൻ വേണം അവിടെ ഇവിടെ നിൽക്കുന്ന ഒരു ചെറിയ പേരുണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ, ഞങ്ങൾ സേഫായി റൂമിലെത്തിയിട്ട് ബാക്കി ഏരിയയിൽ ചെയ്യാം. കത്ത് മുമ്പ് കഴിച്ചു ബാക്കി കാണാൻ. റൂമിലെത്തി. ഇന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പയറും കഞ്ഞിയും കൂടെ ഞങ്ങൾ കുക്കറിലിട്ട് വേവിച്ചതാണ്. ചെറുതായിട്ടൊന്ന് ഓണാക്കിയിട്ടുണ്ട്, ഒരുപാട് ആക്കണ്ട. ഓൾറെഡി പയറും കഞ്ഞിയും കൂടെ ഞങ്ങൾ 2 കുക്കറിലായിട്ടാണ് വെച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുഞ്ഞു കുക്കർ ആയതുകൊണ്ട് തന്നെ 2 ഇതിൽ വെക്കാൻ പറ്റില്ല. അപ്പം പയറും കഞ്ഞിയും സെപ്പറേറ്റ് വെച്ചിട്ട് ഇപ്പോൾ ഇത് മിക്സ് ആക്കിയിടാം. നമുക്ക് പയർ കഞ്ഞിയും അച്ചാർ കുടിക്കാം. ഇതിന് വേറൊരു പേര് പറയും വിഷുക്കഞ്ഞി എന്ന്. എൻ്റെ അമ്മേൻ്റെയൊക്കെ വീട്ടിൽ വിഷുവിന് വിഷുക്കഞ്ഞി, അതായത് ഇതാണ് ഉണ്ടാക്കുക വിഷുക്കഞ്ഞി. അതിൻ്റെ കൂടെ പപ്പടവും ചമ്മന്തി അച്ചാറൊക്കെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് മാങ്ങ കഴിച്ച് ഞങ്ങൾ കുറച്ച് അധികം കുറച്ച് നല്ല വലിപ്പമുള്ള മാങ്ങ കേട്ടോ. ഞങ്ങൾ കുറച്ച് മാങ്ങയും പറിച്ചിട്ടുണ്ട്. കഞ്ഞിയായി. ഇനി മാങ്ങേൻ്റെ അച്ചാറും ഉണ്ട്, ലവലോലിക്കേൻ്റെ അച്ചാറും ഉണ്ട്. രണ്ടും കൂട്ടി ഞങ്ങൾ കഞ്ഞി കുടിക്കും. അല്ലേ തത്ത? അപ്പോൾ ഓക്കെ, ഹായ്.